വെൽക്കം ടു എജുപോർട്ട്. എല്ലാവരും ഇതേ എക്സാമിന് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എക്സാം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ? മക്കൾ എല്ലാവരും പഠിച്ച് സെറ്റായി സെറ്റോസ്കി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയാലോ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് മിസ് പ്രഡിക്റ്റ് ചെയ്ത് തരട്ടെ. അതായത് നിങ്ങൾക്ക് ഇത് വരുമെന്ന് മിസ് പറയുന്നത് എല്ലാം വന്നിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണോ? എല്ലാവരും റെഡി ആയിക്കോ, നോക്കിയോ. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ വിചിത്ര ജീവ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് രംഗ് ബരേ ലിഗേ. നിങ്ങൾ കളർ കൊടുത്തിട്ട് എന്താണ് എന്ന് എഴുതണം. ഇതേപോലെ ചിത്രങ്ങൾ തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺഫേം നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രദേക്കേ ലിഗേ. ഒരു ചിത്രം തന്നിട്ട് അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കും. കണ്ടോ? ചിത്രം തന്നിട്ട് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ആണ് ദേ മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഡി ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്? യെസ്, താലിക ദേഖേം ചിത്ര കോ രംഗ് ദേം. ഈ ബോക്സ് നോക്കിയിട്ട് നിങ്ങൾ കളർ ചെയ്യണം, ചിത്രത്തിന് കളർ ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്ര ദേഖേം ഓർ ഖാലി സ്ഥാൻ ഭരേം. ചിത്രം നോക്കിയിട്ട് ഈ കാലി ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടോ, അതിൽ നിങ്ങൾ എഴുതണം. കണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചോദിക്കും. റെഡി? നെക്സ്റ്റ് എന്താണ്? പഹ്ചാനേം ഖംബ ഭരേം. ഇത് മനസ്സിലാക്കിയിട്ട് ഈ ബോക്സ് നിങ്ങൾ എഴുതണം. ച ക ത എന്നൊക്കെ കണ്ടോ, ഇതേ ലെറ്റേഴ്സ് വരുന്നത് ദേ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ക സ്റ്റാർട്ട് ചെയ്യുന്നത് ദേ ഇതാണ്. ഇതെടുത്തിട്ട് നിങ്ങൾ ക ഇവിടെ എഴുതണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. മിസ്സിന്റെ മക്കൾ നന്നാക്കി പഠിച്ചു വെക്കണം. റെഡി? ഓക്കെ. അടുത്ത ചാപ്റ്റർ പേഡ് കാ ജാദു ആയിരുന്നു. പേഡ് കാ ജാദു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് സഹി മിലാൻ കരേം. ദേ സഹി മിലാൻ കരേം. മാച്ച് ദി ഫോളോയിങ് ആണ്. മറന്നിട്ടില്ലല്ലോ ആരും? സഹി മിലാൻ കരേ എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് ദി ഫോളോയിങ്. ഓക്കെ. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ 100% ഷുവർ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യമാണ്. നന്നാക്കി പഠിച്ചു വെച്ചോ. ഓക്കെ ആണല്ലോ? അടുത്തത് എന്താണ്? ഈ ചിത്രം നോക്കിയിട്ട് വാക്യ ബനായേ. വാക്യം എഴുതണം. കണ്ടോ? ചിത്രം നോക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്, മരത്തിന്റെ മേലെ താഴെ എന്താണ് ചിത്രം തരും. ഇതേപോലെ ചിത്രം നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയും. ഓക്കെ ആണല്ലോ? അടുത്ത ചാപ്റ്റർ വർഷ ആയി. മഴ വന്ന ചാപ്റ്റർ ഓർമ്മയില്ലായിരുന്നോ? ആ ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് ഉചിത് സന്ദേശ് ജോഡേം പോസ്റ്റർ കി പൂർത്തി കരേം. പോസ്റ്റർ തയ്യാറാക്കാൻ പറയും. ദേ മരത്തിന് മാച്ച് ആയിട്ടുള്ള പോസ്റ്റർ നിങ്ങൾ ഇവിടെ എഴുതണം. ആ ചോദ്യം വരും. പോസ്റ്റർ ക്വസ്റ്റ്യൻ മരത്തെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും? റെഡി അല്ലേ? അടുത്ത എന്താണ്? സഹി മിലാൻ കരേ ഓർ ലിഗേം. സഹി മിലാൻ കരേ എന്തായിരുന്നു? മാച്ച് ദി ഫോളോയിങ് ആണ്. മറക്കരുത്, മാച്ച് ദി ഫോളോയിങ് ആണ്. കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. ആ ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഇതേപോലെ ബോക്സ് ചോദിക്കും. മാച്ച് ദി ഫോളോയിങ്. റെഡി ആണല്ലോ? ഇനി കവിതാസേ തുകാൻ ശബ്ദവാലി പംക്തിയാം ചുൻകർ ലിഗേം. കവിതയിൽ നിന്ന് എന്താണ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കണം. ഇതിന് നോക്കിയേ. വർഷായി, ബുജായി ഒരേപോലെ ഇല്ലേ പറയുമ്പം? വർഷായി, ബുജായി. അതേപോലെയുള്ള റൈമിംഗ് വേർഡ്സ് നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കും. ഷുവർ ആണ്. റെഡി അല്ലേ? നെക്സ്റ്റ് എന്താണ്? രംഗ് ദേ പഹ്ചാനേ ലിഗേം. ഈ ചിത്രത്തിന് കളർ കൊടുക്കണം. ഇതേപോലെ ചിത്രം തരും. ചിത്രത്തിന് കളർ കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ബോക്സ് കണ്ടോ 1 2 3 ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറയും. ഇതാ ഇവിടെ നിങ്ങൾ എഴുതാണ് വേണ്ടിയത്. ഇവിടെ നിന്ന് എടുത്തിട്ട് കണ്ടോ, ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കാണാൻ പറ്റും. മിസ്സിന്റെ മക്കൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ? റെഡി ആണല്ലോ? അടുത്ത ചാപ്റ്റർ ഏതാണ്? ഹവ ഓർ ധൂൽ. കാറ്റും പൊടിയും. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ദേ ഈ ചോദ്യം എന്തായാലും വരും. ധൂൽ കെ ബദലേ ഗഡ. പൊടി എന്നതിനു പകരം ഗഡ മേഘം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആ കവിത ഒന്നുകൂടെ എഴുതാൻ പറയും കേട്ടോ. അടുത്തത് ഉചിത് ജോഡേ ചുൻകർ ലിഗേം. ഉചിതമായിട്ടുള്ള ജോഡി എഴുതണം. ഹവാ ധൂലുക്കോ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ദേ ചേടിക്കേ ബാഗി. കണ്ടോ? ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ എഴുതണം ശരിയായിട്ടുള്ളത്. റെഡി ആണല്ലോ? ഉചിത് ജോഡേ ഉചിതമായിട്ടുള്ള ജോഡി. അടുത്തത് നിമ്നലിഖിത് ആശയവാലി പംക്തിയാം കവിതാസേ ചുൻകർ ലിഗേം. ഇതേ അർത്ഥങ്ങൾ വരുന്ന വരി കവിതയിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതെല്ലാം എന്താണ്? വരികളാണ്. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അർത്ഥം.
ഓക്കെ, നിങ്ങൾ അർത്ഥം കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആയിട്ടും നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങൾ കാണും. അടുത്തത് സഹി വാക്യ പർ, ശരിയായിട്ടുള്ള വാക്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ടിക്ക് ഇടണം. ടിക്ക് ലഗായേ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ വാക്യങ്ങൾ കൊടുക്കും, അത് വായിച്ചു നോക്കി ശരിയായിട്ടുള്ളതിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ശരി ഇടണം. റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ ദോസന്തരെ, 2 ഓറഞ്ചുകൾ പഠിച്ചില്ലായിരുന്നോ? ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് മിസ് പറഞ്ഞു തരുന്നത്. ഏതാണ്? കഹാനി കെ പാത്ര കോൻ കോൻ ഹേ, കഥയിലെ പാത്ര ആരായിരുന്നു? നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം. ഓക്കെ, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. നന്നാക്കി പഠിച്ചു വെക്കണേ. അടുത്തത് ലിഗേ ബാലു ക്യാ ക്യാ കർത്താ ഹേ, ബാലു എന്തൊക്കെ ചെയ്തു, ബാലു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ചോദിക്കും. എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പടേ സംജേ ഓർ ക്രമസേ ലിഗേ. ക്രമസേ ലിഗേ എന്ന് പറഞ്ഞാല് ക്രമത്തിൽ എഴുതൂ. ഓക്കെ, ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തതൊക്കെ. എന്താണ്? ക്രമം തെറ്റായിട്ടാണ്. നിങ്ങൾ ക്രമത്തിൽ എഴുതണം. നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഇങ്ങനെ ക്രമം തെറ്റിച്ചിട്ട് ചോദ്യം ചോദിക്കും, അപ്പൊ നിങ്ങൾ ക്രമത്തിൽ എഴുതണം. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? വാർത്താലാബാണ്. 2 സന്ധരകൾ തമ്മിലുള്ള വാർത്താലാബാണ്. വാർത്താലാബ് നന്നായി പഠിക്കണം, നന്നായി പഠിക്കണം. ഈ ചോദ്യം നിങ്ങൾക്ക് 100% ചോദിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ മക്കളെ? അപ്പൊ എല്ലാരും ഉഷാറാക്കി പഠിച്ചോ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മിസ്സിന്റെ മക്കൾ എല്ലാവരും ഉഷാറായിട്ട് മുത്തുമണികളായിട്ട് പഠിക്കുക. യെസ്, താങ്ക് യു.